കുട്ടികൾക്കിന്ന് തീരെ കളിക്കാൻ സ്ഥലമില്ല, കളിക്കാൻ അവസരങ്ങളില്ല, കളിക്കൂട്ടുകാരില്ല. പേരൻസ് പലരും കുട്ടികളെ കളിക്കാൻ അനുവദിക്കുന്നില്ല. വിദേശ രാജ്യത്തൊക്കെ പലപ്പോഴും സാധാരണ ദിവസങ്ങളിൽ കുട്ടികളെ കളിപ്പിക്കാൻ പറ്റാത്ത പേരൻസൊക്കെ ഒരു വീക്കെൻഡിലൊക്കെ പർപ്പസ്ഫുള്ളി കുട്ടികളെയും കൊണ്ടുപോയി കളിപ്പിക്കുന്നതായിട്ട് കാണാം. കാരണം കളി ഒരു കുട്ടിയുടെ ജീവിതത്തിലെ വളർച്ചയുടെ അവിഭാജ്യ ഘടകമാണ്. വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെസസിറ്റിയാണ് കളികളെന്ന് സംസ്കാരമുള്ള ഏത് സമൂഹത്തിനും അറിയാം. പക്ഷെ അത് ആ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് വന്നിട്ടില്ല. വിദ്യാഭ്യാസത്തിലും കളികൾക്കുള്ള സ്പേസ് വളരെ കുറവാണ്. ഒരു വിദ്യാഭ്യാസത്തിൽ ഇപ്പം സംസ്ഥാന വിദ്യാഭ്യാസത്തിലാണെങ്കിലും CBSEയിലായാലും ICSEയിലായാലും ഒന്നും തന്നെ കാര്യമായി കളികൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. കുട്ടികൾക്ക് അതിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഈ അടുത്തിടെയൊക്കെ കാണുന്നു. അങ്ങനെ കുട്ടികളിൽ മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ വൈകാരിക ആരോഗ്യവും ഒക്കെ കുറഞ്ഞു വരുന്നു. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കുറഞ്ഞു വരുന്നു. ഒരുപാട് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാതിരിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് കളികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കളികളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇന്ന് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പൊതുവേ സമയമില്ല. സമയമുണ്ടെങ്കിൽ തന്നെ കളിക്കാൻ അവർക്ക് കൂട്ടുകാരില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കളിക്കാൻ സ്ഥലമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് കളികൾ. അതിലേർപ്പെടുക, അതിൽ എൻജോയ് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിലൂടെ കിട്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അതൊക്കെ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം പ്രധാനമായൊരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ പല വീടുകളിലും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ തന്നെ കുറവാണ്. ഇനി സ്കൂൾ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ഒരുപാട് അക്കാഡമിക്സ് കുത്തി നിറച്ചിട്ട് കളിക്കാനും എൻ്റർടൈൻഡ് ആവാനുമുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ, ഒരു കലയിലോ സംസ്കാരത്തിലോ ഒക്കെ ഇടപെടാനുള്ള സാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നു. ഞാൻ 2-3 വർഷം മുമ്പാണ് ഒരു കുട്ടിയോട് സ്കൂളിൽ, ഒരു കൊച്ചുകുട്ടിയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ആ കുട്ടിയോട് ചോദിച്ച മോനെ സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സ് വന്നാൽ അവർ കഥ പറയും. അപ്പോൾ അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവനോട് ചോദിച്ചു മോനെ ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്താണ്? അപ്പോൾ പറഞ്ഞത് PT പീരീഡ് കയറി വരുന്ന കണക്ക് ടീച്ചറാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത്. വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ്. കുട്ടി അത്ര തോട്ട്ഫുള്ളായിട്ടാണ് അതിനോട് മറുപടി പറഞ്ഞത്. നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ കായികമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന പീരീഡുകൾ പോലും പലപ്പോഴും അവർക്ക് കിട്ടാറില്ല. അതിന് ആവശ്യത്തിന് ടൈം അനുവദിക്കുന്നില്ല. പല സ്കൂളുകളിലും ഗ്രൗണ്ടൊന്നും മെയിൻറ്റെയിൻഡ് പോലും അല്ല. കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനൊന്നും അവസരങ്ങളില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ലഞ്ച് ടൈം എന്ന് പറയുന്ന ഒരു 1 hour ടൈമായിരുന്നു. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഓടുകയും ചാടുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. കാരണം ഈ ഓട്ടവും ചാട്ടവും ഒക്കെ അപകടമാണെന്നുള്ളത് കൊണ്ട് കുട്ടികളെയെല്ലാം അരമണിക്കൂർ കൊണ്ട് തന്നെ തിരിച്ച് കയറ്റി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പല സ്കൂളുകളിലും നടക്കുന്നത്. ഇതിന് ഒരുപാട് ലാഭമുണ്ട്. നമ്മൾ കുട്ടികളെ കളിപ്പിക്കാതിരുന്നാൽ ഒത്തിരി ലാഭമുണ്ട്, ഒരു സംശയമില്ല. കാരണം ഈ കളിപ്പിക്കാതിരുന്ന അവരെ കൂടുതൽ ട്യൂഷനും കോച്ചിങ്ങും ഒക്കെ കൊടുത്ത് അനക്കാതിരുത്തി അവരെ വളർത്തുന്നതുകൊണ്ട് മുറിവുകളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ മാർക്കൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, കാരണം അമിതമായി കളി സമയം കൂടെ പഠിക്കുന്നതുകൊണ്ട്. പക്ഷേ ഈ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ലേറ്റർ ടീനിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരം കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ വലിയ പിഴവുകൾ, വലിയ കുറവുകൾ, വലിയ നാശങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് കുട്ടികളിൽ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബാല്യത്തിലും കൗമാരത്തിലും അവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോയ സന്തോഷവും അതുപോലെ തന്നെ കളികളിലൂടെ കിട്ടേണ്ട ഒരുപാട് കരുത്തുണ്ട്. കളിയിൽ മാത്രമേ അവർക്ക് വീഴാനും ഒടിയാനും ഒക്കെ സാധിക്കത്തുള്ളൂ. തോൽക്കാൻ പോലും കളികളിലെ അവസരങ്ങളുള്ളൂ. കളികളിലൂടെ അവർക്ക് തർക്കങ്ങളുണ്ട്, ചില ഷെയ്മിങ് ഒക്കെ ഉണ്ട്, ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. കളിയിലൂടെ അവർ തോൽക്കാൻ പഠിക്കുകയും ജയിക്കാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. കളിയിലൂടെ അവർ വിട്ടുകൊടുക്കാൻ പഠിക്കുന്നുണ്ട്, മാറി നിൽക്കാൻ പഠിക്കുന്നുണ്ട്. കളിയിൽ ചില സാഹചര്യത്തിലൊക്കെ അവർ വളരെ മത്സരവീര്യം കാണിക്കേണ്ടതായിട്ടുണ്ട്.
കളിയിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒത്തിരി നൈപുണ്യങ്ങളുണ്ട്, ജീവിത നൈപുണ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് കളിക്കുന്ന കുട്ടികൾക്ക് സൗഹൃദങ്ങൾ കൂടുതലായിരിക്കും. കളിക്കുന്ന കുട്ടികൾക്ക് ഏതൊരു സാഹചര്യത്തെയും മാനേജ് ചെയ്യാനും ഒരു തീരുമാനമെടുക്കാനും ഒരു പ്രശ്നം പരിഹരിക്കാനും ഒക്കെയുള്ള കഴിവ് പൊതുവേ കൂടുതലായിരിക്കും. കളിക്കുന്ന കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യമില്ലാത്ത എനർജിയൊക്കെ അവിടെ തന്നെ വെൻറ്റിലേറ്റ് ചെയ്ത് പോവുകയും ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഒരു പരിധി വരെ പരിഹരിക്കാൻ കളികളിൽ ഏർപ്പെടുന്നത് സഹായിക്കും. പിന്നെ ഈ പഠിത്തത്തിൽ വലിയ മികവില്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കായികമായ ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി തൊഴിൽ മേഖലകളിലേക്ക് അതിലൂടെ പ്രവേശിക്കാൻ അവസരങ്ങൾ കിട്ടും. ഇപ്പോൾ പഠിക്കാത്ത കുട്ടികളെല്ലാം തല്ലിപ്പഴിപ്പിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. നേരെ മറിച്ച് പഠിക്കാൻ ഒരല്പം പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അവർ ശാരീരികമായൊക്കെ മികവുള്ളവരും നല്ല സൗഹൃദങ്ങളൊക്കെ നേടാൻ കഴിവുള്ളവരും സോഷ്യൽ ഇൻ്റലിജൻസൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ ലഭിക്കാവുന്ന ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. കായികക്ഷമത തന്നെ അവരുടെ വർദ്ധിക്കുന്നത് തന്നെ അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയും അതിലൂടെയൊക്കെ അവർക്ക് ഒത്തിരി സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കളിയിലൂടെ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും, കളിയിലൂടെ നല്ല റെസ്പോൺസിബിലിറ്റി കിട്ടും, കളിയിലൂടെ ലക്ഷ്യബോധം ഉണ്ടാവും, കളിയിലൂടെ നല്ല ടീം വർക്ക് ഉണ്ടാവും, കളിയിലൂടെ അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാകും. ഇതൊന്നും വേറൊരു രംഗത്തും കുട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് കലകളും. ഇപ്പം പാട്ടിലും ഡാൻസിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. എന്തായാലും ഫിസിക്കലായിട്ടുള്ള കളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ശാരീരിക ആരോഗ്യം, അവരുടെ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനും ശാരീരികമായ ആരോഗ്യം മെച്ചപ്പെടാനും നല്ല വിശപ്പ് ലഭിക്കാനും നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള അവസരങ്ങളാണ് അതിലൂടെ കൂടുന്നത്. മാത്രമല്ല കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, കളിയിൽ നിയമങ്ങളുണ്ട്, നിയമങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, കളിയിൽ ശ്രദ്ധിച്ച് നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഒരു സിറ്റുവേഷണൽ ബിഹേവ് ചെയ്യാനുള്ള കഴിവ് കളിയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. അപ്പോൾ കളിക്കാൻ വിടാതിരുന്ന് കുറേ ലാഭം മാർക്കിലുണ്ടാക്കി അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും പറ്റിയില്ല, വീണില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കുട്ടികളെ കളിപ്പിക്കാതിരിക്കുമ്പോൾ നാളെ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിലവാരക്കുറവിലേക്ക് അവരെ നയിക്കും. പ്രത്യേകിച്ച് മാനസികാരോഗ്യം കുറയുന്നു, വൈകാരിക ആരോഗ്യം കുറയുന്നു, ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള കുട്ടികളുടെ കഴിവ് കുറയുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായൊരു ബുദ്ധിശക്തിയും വൈകാരികമായൊരു ബാലൻസും ഒക്കെ കുട്ടികളിൽ ഒത്തിരി കുറയുന്നു. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് നാളെ വലിയ പ്രശ്നങ്ങളാണ്. ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ടാകേണ്ട പ്രായം, ആ പ്രായത്തിൽ ഏറ്റവും പ്രധാനമായി അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കളികൾ. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും കളിക്കാൻ വിടുക. അത് എന്തെങ്കിലും ഒരു അംബീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കളികളാവണമെന്നില്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കളികൾ ആയാലും മതി. ഇനി അല്ല, കുട്ടികൾക്കൊക്കെ ഏതെങ്കിലും ഒരു കളിയിൽ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് കണ്ടാൽ ആ കളികളിലൊക്കെ അവരെ കൂടുതൽ വ്യാപൃതമാക്കുന്നതിലൂടെ, കൂടുതൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ, കൂടുതൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ, ആ കളികളിലൂടെയൊക്കെ തന്നെ അവർക്ക് ഒത്തിരി സാധ്യതകളെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ഔട്ട്ഡോർ ഗെയിമുകൾ കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള കുട്ടികൾക്ക് ഇൻഡോർ ഗെയിമുകളെങ്കിലും ഇപ്പോൾ ക്യാരംസും ചെസ്സും ഒക്കെ അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. കാരണം ഔട്ട്ഡോർ കളികളിൽ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പല അലർജികളുള്ള കുട്ടികൾ, ശാരീരികമായ ചില പരിമിതികളുള്ള കുട്ടികൾ, തീർച്ചയായിട്ടും അവർക്ക് ഇൻഡോർ ഗെയിമുകളൊക്കെ അവർക്ക് ധാരാളമായിട്ട് കളിക്കാൻ അവസരങ്ങൾ കൊടുക്കുക. നല്ല ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ഇതിലൂടെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സംസാരശേഷി ഉണ്ടാവും. എല്ലാം വളരുന്നതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആത്മവിശ്വാസവും ധൈര്യവും റിലേഷൻഷിപ്പ് സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും ഒക്കെ വളരുന്നതിൽ കളികൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, കളിക്കാത്ത കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ പരീക്ഷയിൽ കുറച്ച് മാർക്കുകൾ കൂടുതൽ വാങ്ങിച്ചേക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ദുരന്തം അതാണ്. പരീക്ഷയിൽ ജയിക്കുന്ന കുട്ടികൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെടുന്നു. വിവാഹ ജീവിതത്തിലൊക്കെ പരാജയപ്പെടുന്ന പലരെയും നോക്കുമ്പോൾ അവർ കുട്ടിക്കാലത്തൊന്നും കളിച്ചിട്ടില്ല, അവർക്ക് സൗഹൃദങ്ങളില്ല, ആരോടൊന്നും പറയാൻ പറ്റുന്ന ബന്ധങ്ങളില്ല, ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്നാൽ അതിനെ നേരിടാൻ അറിയത്തില്ല. ഇതൊക്കെയാണ് വിവാഹ ജീവിതത്തിൽ പലരെയും പരാജയപ്പെടുന്നത്. ഇതുതന്നെയാണ് തൊഴിൽ കിട്ടാത്തതിൻ്റെയും
പ്രധാന കാരണം. കുറേ ഡിഗ്രികൾ വാങ്ങിച്ച് കൂട്ടുന്നതല്ല വിദ്യാഭ്യാസം, സമഗ്രമായൊരു വളർച്ചയാണ് വിദ്യാഭ്യാസം. സ്കൂളുകളും ഈ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളെ കളിക്കാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും അതിലൂടെ അവരെ സമഗ്രമായി വികസിപ്പിക്കാനുള്ള വലിയൊരു സാധ്യത നിലനിർത്തുകയും ചെയ്യുക. ഇത് നല്ലതെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരം ചർച്ചകളൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും കൂടിയാണ്. പ്രത്യേകിച്ച് മാനസികാരോഗ്യമൊക്കെ കുറഞ്ഞു വരുന്നു, കുട്ടികൾ വളരെ വയലൻസ് ഒക്കെ കാണിക്കുന്ന ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളൊക്കെ അന്തർമുഖരായ പല കുട്ടികളുമാണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലരിലും ഉണ്ട്, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ പലരിലും ഉണ്ട്, അതുപോലെ തന്നെ സാഡിസം പലരിലും ഉണ്ട്. ഇതൊക്കെ കളി ഇതിനൊക്കെ ഒരു പരിഹാരമാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും ഉറപ്പ് വരുത്താനും വലിയൊരു സാധ്യതയാണ് കളികൾ. അതിലെല്ലാ കുഞ്ഞുങ്ങൾക്കും അവസരങ്ങൾ കൊടുക്കുക. ദേ ഹാവ് ദ റൈറ്റ് ടു ഡെവലപ്പ് ദംസെൽസ് ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് വേ. താങ്ക് യു ഓൾ. ഹാപ്പി ലിവിങ്.